ഹലോ ഗായ്സ്, അപ്പോൾ നമുക്ക് അടിപൊളിയായിട്ട് ഒരു കടലക്കറി ഈസി ആയിട്ട് ഉണ്ടാക്കിയാലോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിലോട്ട് വെളിച്ചെണ്ണ തന്നെ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. പിന്നെ പട്ട, ഗ്രാമ്പു, ഏലക്ക ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് വലിയ ജീരകം ഉണ്ടല്ലോ, പെരിഞ്ചീരകം ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിലോട്ട് നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്ത് സബോള അരിഞ്ഞത് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ ഒരു 2 കുഞ്ഞ് സബോള അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റി വരാനായിട്ട് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ അങ്ങ് നന്നായിട്ടൊന്ന് വഴറ്റി വരുന്ന സമയത്ത് ഒരു 4 പച്ചമുളക് അരിഞ്ഞതും ഒരു 2 ചെറിയ തക്കാളി അരിഞ്ഞതും ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ അങ്ങ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു 1.5 ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നന്നായിട്ടൊന്ന് വഴറ്റി വരട്ടെ കേട്ടോ. അപ്പോൾ തന്നെ ഞാൻ കടല വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. കുക്കറിൽ കുറച്ച് ഉപ്പിട്ടിട്ട് 2 വിസിൽ വെച്ചെടുത്താണ്. അപ്പോൾ അതുകൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇതുപോലെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു 2 ടീസ്പൂണോളം മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി പട്ട, ഗ്രാമ്പു, ഏലക്കയുടെ പൊടി ഉണ്ടല്ലോ, അതൊരു 1/4 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ച് ഉപ്പ് പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് ഇതുപോലെ അങ്ങ് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. കുറുകനെയാണെങ്കിൽ അധികം വെള്ളം ഒഴിക്കണ്ട കേട്ടോ. അപ്പോൾ തന്നെ നന്നായിട്ട് ഈ വെള്ളമൊക്കെ ഒന്ന് നന്നായിട്ട് വറ്റി വരണം കേട്ടോ. അപ്പോൾ അടിപൊളിയായിട്ട് കടലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി ടേസ്റ്റാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും. ബൈ ബൈ.